നമസ്കാരം. ഇൻസുലിൻ കുത്തിവെച്ചോ, ഗുളികകൾ കഴിച്ചോ, ഈ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കി നിർത്തിയാൽ അത് ചികിത്സയായി എന്നൊരു വിചാരം പലർക്കുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് 10ഉം 15ഉം കൊല്ലം ചെയ്ത് മാസം മാസം ബ്ലഡ് ഷുഗർ നോക്കി അതിനനുസരിച്ച് മരുന്നിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് 3 മാസം കൂടുമ്പോൾ HbA1c നോക്കി കൊല്ലത്തിലൊരിക്കൽ ഹോൾ ബോഡി ചെക്കപ്പ് നടത്തി കാല്, കണ്ണ്, കിഡ്നിയൊക്കെ കേടായോ എന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ടും എന്തേ 10ഉം 15ഉം കൊല്ലം കഴിയുമ്പോൾ പലരുടെയും കാല് പോകുന്നു, കണ്ണ് പോകുന്നു, കിഡ്നി പോകുന്നു. നിങ്ങൾ ചിന്തിക്കണം ഇനിയെങ്കിലും. ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജി ആക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല. ഇപ്പൊ നമുക്ക് പ്രമേയത്തിനെടുക്കാം, ബ്ലഡ് ഷുഗർ. നിങ്ങൾ ഇൻസുലിൻ കുത്തിവെച്ചു, ഗുളിക കഴിച്ചു, ബ്ലഡ് ഷുഗർ കുറഞ്ഞു, ബ്ലഡ് ഗ്ലൂക്കോസ് കുറഞ്ഞു. ഈ ഗ്ലൂക്കോസ് എങ്ങോട്ട് പോയി? ഇത് നിങ്ങൾ എപ്പോഴെന്നെ ചിന്തിച്ചു? ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ബേസിക് സയൻസ് ഉണ്ട്. നമ്മൾ ബ്ലഡിൽ 100 ഗ്ലൂക്കോസ് എത്തിയാൽ അതിൽ 75 ഗ്ലൂക്കോസും ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ മസിൽസിന്റെ അകത്താണ്. അധ്വാനിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും മസിൽസിലെ ഈ ഗ്ലൂക്കോസ് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും. ഈ ഗ്ലൂക്കോസ് മസിലിന് എനർജിക്ക് പോകുന്നതിനനുസരിച്ച് 20% ഗ്ലൂക്കോസ് ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കാലുകൊണ്ട് നടക്കുന്ന ആളുടെ കാലിലെ ഗ്ലൂക്കോസ് എനർജിയായി പോകുന്നതനുസരിച്ച് ബ്ലഡ് ഷുഗർ കുറഞ്ഞ് 90 താഴെ വന്നാൽ ലിവറിലെ ഗ്ലൂക്കോസ് ചാടിയിട്ട് കാലിലേക്ക് കൊടുക്കും, കാഫ് മസിലിലേക്ക് കൊടുക്കും. ഇപ്പൊ കൈകൊണ്ട് ജോലി ചെയ്യുന്ന ആളുടെ എക്സാമ്പിൾ, ഇപ്പൊ ആശാരിയുടെ എല്ലാം കയ്യിലേക്ക് ഗ്ലൂക്കോസ് കൂടുതൽ വേണം, ലിവറിലെ ഗ്ലൂക്കോസ് കയ്യിലേക്ക് കൊടുക്കുക. മറ്റുള്ള മസിലുകൾ സ്റ്റോർ ചെയ്തിട്ട് ഗ്ലൂക്കോസ് അതാത് മസിൽ കൊണ്ട് വ്യായാമം ചെയ്താലേ എനർജി ആകുള്ളൂ. ഒരിക്കലും ഈ മസിലിലെ ഗ്ലൂക്കോസ് കാലിലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം മസിൽസിൽ ഗ്ലൂക്കോസിക്സ് ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ലാത്തത് കാരണം ഒരിക്കൽ ഗ്ലൂക്കോസ് ഒരു മസിലിൻ്റെ അകത്ത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്താൽ അത് തിരിച്ച് ഗ്ലൂക്കോസായി മാറുകയോ ബ്ലഡിലേക്ക് ചാടുകയോ സാധ്യമല്ല. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഒരു കോശം, മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്ന ഒരു കോശം. ആ കോശത്തിനകത്ത് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ഗ്ലൈക്കോജനായിട്ട്. ഒരു ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഒരു 50,000 തൊട്ട് 55,000 വരെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അടങ്ങിയ ഒരു അപ്പുപ്പൻ താടി പോലത്തെ ഒരു സ്ട്രക്ചറാണ്. റൈറ്റ്? അതിൻ്റെ അകത്തുനിന്ന് ഓരോ ഗ്ലൂക്കോസ് വീതം മൈറ്റോകോൺട്രിയ പോയിട്ട് നമ്മുടെ പവർ ഹൗസിൻ്റെ അകത്ത് പോയിട്ട് എനർജിക്ക് വേണ്ടി എടുത്തിട്ടേയിരിക്കും. അപ്പൊ ഗ്ലൂക്കോസിന്റെ വലിപ്പം നിങ്ങളൊന്ന് മനസ്സിൽ കാണും. ഈ കോശത്തിലേക്ക് വായു, വെള്ളം, ഭക്ഷണം ഒഴുകി എത്തുന്നത് ചെറിയ രക്തക്കൊള്ള. ആ ചെറിയ രക്തക്കൊള്ളിന്റെ വലിപ്പം ചിന്തിച്ച് നോക്ക്. ഒരു കോശം മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ ആ രക്തക്കൊള്ളിന്റെ വലിപ്പം അത്ര തന്നെ. അതിൽ എത്രയോ വളരെ ചെറിയ ഗ്ലൂക്കോസ് മോളിക്യൂൾ അതങ്ങനെ ഹൈ ലെവലിൽ ബ്ലഡ് ഗ്ലൂക്കോസ്, സ്മോൾ ബ്ലഡ് വെസൽസ് വന്ന് കിടക്കും. 95ഉം 75ഉം 20ഉം 95% ഗ്ലൂക്കോസും എനർജിക്ക് എടുക്കേണ്ടത് മസിൽസിന്റെ അകത്താണ്. ബാക്കി 5% തലച്ചോറ്, ഹൃദയം, കിഡ്നിക്ക് എനർജിക്ക് വേണ്ടി എടുക്കും. സോ ഈ 95% ഗ്ലൂക്കോസ് മസിൽസിൽ സ്റ്റോർ ചെയ്യുന്നത് എനർജിയായി പോകുന്നതിനനുസരിച്ചല്ലേ ബ്ലഡിൽ നിന്നും കൂടുതൽ ഗ്ലൂക്കോസിന്റെ മസിലേക്ക് കയറാൻ പറ്റൂ. മസിൽസിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ആകെ 2% മാത്രം. സോ പാൻക്രിയാസിന്റെ അകത്തുനിന്ന് ഇൻസുലിൻ ചാടുന്നു, ബ്ലഡിലെത്തുന്നു, ഗ്ലൂക്കോസ് ഇൻസുലിൻ ചെറിയ രക്തക്കൊള്ളിടുന്നു. ഇൻസുലിന്റെ ജോലി എന്താണ്? ഗ്ലൂക്കോസിനെ മസിൽസിലേക്കും ലിവറിലേക്കും കടത്തിവിടുക. പക്ഷേ മസിൽസിന്റെ അകത്തോ ലിവറിന്റെ അകത്തോ സ്ഥലമില്ലെങ്കിൽ ഇതെങ്ങനെ കയറിപ്പോകും? സോ കാലക്രമേണ എന്ത് പറ്റും? വ്യായാമം ചെയ്യാത്ത ഒരാളുടെ സ്മോൾ ബ്ലഡ് വെസൽസിൽ എപ്പോഴും ഗ്ലൂക്കോസ് ഹൈ ലെവലിൽ നിൽക്കുന്നു. നിങ്ങൾക്കത് രക്തം കുത്തിവലിച്ച് പരിശോധിക്കാൻ പറ്റില്ല. അത് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണെന്ന് ഓർക്കണം. നിങ്ങൾ വലിയ രക്തക്കൊണ്ടെന്ന് ചെക്ക് ചെയ്യും, ഷുഗർ കുറഞ്ഞു എന്ന് കാണിക്കും, നിങ്ങൾ കൈയടിക്കും, മനസ്സിൽ സന്തോഷം. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും കാലക്രമേണ ഈ സ്മോൾ ബ്ലഡ് വെസൽസ് പതുക്കെ കേടാകാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ തടിച്ചെതല് തിന്നുന്ന പോലെ ദ്രവിച്ചു തീരും. ഈ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തു കഴിഞ്ഞാലേ കൊഴുപ്പ് എനർജിക്ക് എടുക്കും. ഗ്ലൂക്കോസ് പോലും എനർജിയേക്കാൾ അധ്വാനവും വ്യായാമം ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാ കൊഴുപ്പ് എനർജിക്ക് എടുക്കുക? ഇതോടുകൂടി LDL കൊഴുപ്പ്, ബാഡ് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാൻ തുടങ്ങും. എവിടെ? രക്തക്കൊള്ളിന്റെ ഭിത്തികളിൽ പതുക്കെ അടിഞ്ഞുകൂടി ഒരു 5-6 വയസ്സൊക്കെ പ്രായത്തിൽ ഇത് അടിയാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. രക്തക്കൊള്ളിന്റെ ഭിത്തിയിൽ ബ്ലോക്കുകൾ, പല വലുപ്പത്തിലെ ബ്ലോക്കുകൾ നിറയുന്നതോടുകൂടി ഒരു മുരിങ്ങാക്കോളിന്റെ സ്ട്രക്ചർ പോലെ, മുരിങ്ങാക്കോലിന്റെ പോലെ നിറയെ മുഴകൾ നിറയുന്നു രക്തക്കൊള്ളിന്റെ ഭിത്തികളിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും ഓരോ അവയവങ്ങളിലേക്കും രക്തോട്ടത്തോളം കുറയും.
10 ലക്ഷം കോടി കോശങ്ങളുണ്ടെങ്കിൽ 10 ലക്ഷം കോടി സ്മോൾ ബ്ലഡ് വെസൽസ്. ആ ഓരോ രക്തക്കൊലും ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, കൊഴുപ്പടിയുമ്പോൾ രക്തോട്ടം കുറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ നിങ്ങളുടെ അവയവങ്ങൾ കേടാകാതിരിക്കും? സോ ഇൻസുലിൻ കുത്തിവെച്ചോ ഗുളിക കഴിച്ചോ ബ്ലഡ് ഷുഗർ കൺട്രോൾ നിർത്തിയിട്ട് കൺട്രോൾ ആയി എന്ന് വിചാരിക്കരുത്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. ബ്ലഡ് ഷുഗർ കുറക്കാനുള്ള ഗുളിക ഓർ ഇൻസുലിൻ, കൊളസ്ട്രോൾ കുറക്കാനുള്ള ഗുളിക കൊളസ്ട്രോളിന്റെ ഗുളിക. ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയും, പക്ഷെ അടിഞ്ഞടക്കുന്ന ഗ്ലൂക്കോസിനെ ക്ലീൻ ചെയ്ത് കളയാനോ അടിയാതിരിക്കാനോ ബ്ലോക്കിനകത്തുള്ള കൊളസ്ട്രോൾ ക്ലീൻ ചെയ്ത് കളയാനോ ഒരു മരുന്നും ഇല്ല. ഇത് വ്യായാമം ചെയ്ത് അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് അന്നന്ന് കത്തിച്ച് കളയാനുള്ള വ്യായാമം ചെയ്തേ പറ്റൂ. അതിന്റെ പുറകെ എത്രത്തോളം കൊഴുപ്പിരുന്നു ആ കൊഴുപ്പും കത്തിത്തീരുന്നു. സോ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കാൻ ഒരു മരുന്നും ഇല്ല എന്നിരിക്കെ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിക്കാനുള്ള വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിലേ കൊളസ്ട്രോളും കൺട്രോളിലാകൂ, ഗ്ലൂക്കോസും കൺട്രോളിലാകൂ, നിങ്ങൾക്ക് നാളെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കൂ, ഒപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാകും. ഇത് തിരിച്ചറിയാതെ കുറച്ച് ചെക്കപ്പ് നടത്തി ഇൻസുലിനോ ഗുളികകളോ കഴിച്ചിട്ട് ഞാൻ കൺട്രോളിന് ആശ്വസിച്ചു പോയാൽ ഏത് മന്ത്രിയായാലും തന്ത്രിയായാലും സാധാരണക്കാരനായാലും ഭിക്ഷക്കാരനായാലും കോടീശ്വരനായാലും ശരി, കാല് കണ്ണ് കിഡ്നി എല്ലാം തടിച്ചെതലുത്തുന്നത് പോലെ ദ്രവിച്ചുകൊണ്ടേയിരിക്കും. കൃത്യമായിട്ട് എല്ലാ പേശികൾ കൊണ്ട് വ്യായാമം ചെയ്യുന്നവന്റെ രക്തക്കൊള്ളിലെ ഗ്ലൂക്കോസ് കൊഴുപ്പും എല്ലാ പേശികളിലേക്ക് എടുത്തു പോയിക്കൊണ്ടേയിരിക്കും. നടക്കാൻ പോകുന്നവർക്ക് അതനുസരിച്ച് കുറച്ചെടുത്ത് പോയിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യാത്തവര് വെറുതെ ഇരുന്ന് വെറുതെ ആകും നിങ്ങളുടെ ജീവിതം. തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം.